അർഗല ക്ഷേത്ര സങ്കേതത്തിൽ പ്രതിഷ്ഠ ചെയ്യുന്നതിനാണ് ഈ പറഞ്ഞ ചായയും പേയും അർഗല മുത്തപ്പൻ ഇത് പറയുന്ന സങ്കല്പങ്ങളൊക്കെ അവിടെ ഉണ്ടായതായിരിക്കും. മുത്തപ്പൻ ഇതല്ല കേട്ടോ. മുത്തപ്പൻ എന്ന് പറയുന്നത് യോഗീശ സങ്കല്പത്തിന്. ഇപ്പോ ചില ആളുകൾക്ക് അവരുടെ പരമ്പരയിൽപ്പെട്ട ദേവതകൾ ഏതാണെന്ന് അറിയാത്ത ആളുകൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന ആവാഹന ഉച്ചാരണ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇവർ ആ ദേവതയ്ക്ക് വിളക്ക് വെക്കാതെ കൊണ്ട് ഇവർ ദുരിതം അവസാനിക്കില്ല. ഈ പുറമേ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ദേവതയ്ക്ക് ഈ നമ്മൾ ഈ പറയുന്ന ശത്രുപാദവശ ദുരിതം മാത്രമാണ്. ഇനി അവനവൻ വിളിച്ചു വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. എനിക്കൊന്ന് പലർക്കും യോഗീശ്വര സങ്കല്പത്തെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ചാത്തൻ ഇങ്ങനെയുള്ള മൂർത്തികൾക്ക് മുറുക്കാനായിട്ട് വെക്കാറുണ്ട്, അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ വിളക്ക് തെളിക്കുന്ന യോഗീശ്വരനാണ്. യോഗീശ്വരനെ പ്രാർത്ഥിച്ച് എന്നിട്ട് വേണം ദേവിയെ കൊണ്ട് എന്നെ ഇന്ന കാര്യം നടത്തി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവതയ്ക്ക് ആ കാര്യം നടത്താനുള്ള ബലം ഉണ്ടെങ്കിൽ ആ കാര്യം നടന്നിരിക്കും. 5 തിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പ്രാണനാണ്, രണ്ടാമത്തത് ഉദാനനാണ്, മൂന്നാമത്തത് ധ്യാനനാണ്, നാലാമത്താണ് സമാനൻ, അഞ്ചാമത്താണ് അമാനൻ. ഇങ്ങനെ 5 വായിക്കുള്ള 5 മന്ത്രങ്ങളുണ്ട്. ഇതിനെ ഓരോന്നിനെ ആവാഹിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രാണനെ പഞ്ചവായുക്കളെല്ലാം ആവാഹിച്ച് പിന്നെ ആ ബിംബത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൂലാധാര ചക്രം മുതൽ ചക്രങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ ചക്രങ്ങളെല്ലാം നമ്മൾ ആവാഹിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കർമ്മം അതിൻ്റെ ബേസിൽ തന്നെ ഉണ്ട്. അല്ലാതെ ഈ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ സൂചി വിട്ട് കുത്തുന്ന പരിപാടി. അപ്പോൾ അതിനകത്ത് ആവാഹിച്ചിരുത്തി പിന്നീടാണ് അദ്ദേഹം ആ മർമ്മസ്ഥാനങ്ങളെല്ലാം സൂചി കുത്തിയിട്ട് അതിലാണ് പിന്നെ എനർജൈസ് ചെയ്യണേ. ഇത് തന്നെ പോസിറ്റീവായിട്ടും ചെയ്യാം, ഇത് നെഗറ്റീവായിട്ട് മാത്രമല്ല പോസിറ്റീവായിട്ടും ചെയ്യാം. ഇപ്പം ഈ പറയണ ഇപ്പം ചേട്ടന് ഈ പറയണ നടുവേദനയുണ്ട്. അപ്പോൾ ഈ കർമ്മത്തിലൂടെ തന്നെ ചേട്ടൻ്റെ പഞ്ചപ്രാണങ്ങളെല്ലാം വായിച്ചിരുത്തി അതിൻ്റെ വിധാനം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിലേക്ക് എനർജി കൊടുക്കുന്നത് എനർജി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വഴിതെറ്റി പോകുന്ന ഒരു മകനെ ഈ കർമ്മത്തിലൂടെ നേർവഴിക്ക് നയിക്കാൻ മാതാപിതാക്കൾ വിചാരിച്ചാൽ നടക്കുമോ? അത് മനസ്സാണ്, അവിടെ മനസ്സാണ്. ഇവിടെ രോഗമാണ്. അഡിക്ഷൻ ഒരു രോഗമല്ലേ? അഡിക്ഷൻ രോഗമാണ്. അതിന് ഈ പറയുന്നത് പോലെ വഴിതെറ്റി പോകുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിതൃക്കൾക്ക് കൃത്യമായിട്ട് ശ്രാദ്ധം ചെയ്യാതെ വരുമ്പോഴാണ്. അവർക്ക് കൃത്യമായിട്ട് ഈ പറയുന്നത് പിതൃക്ക് ശ്രാദ്ധം ചെയ്യാറുണ്ടാവില്ല. അവരുടെ ധർമ്മദേവത പരദേവതയ്ക്ക് കൃത്യമായിട്ട് കർമ്മം കൊടുക്കാറില്ല. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, നമ്മുടെ അടുത്ത തലമുറ നമ്മളെ അനുസരിക്കാതെ വേറെ കർമ്മത്തിലൂടെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിലൂടെ അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിലൂടെ നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനർജൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഇതിനകത്ത് നമ്മൾ എനർജൈസ് ചെയ്തിട്ട് ഈ പറയുന്ന എനർജിയെ അയാൾ ആവാഹിച്ച് വെച്ച എനർജീനെ തിരിച്ച് അയാളേക്ക് പറഞ്ഞു വിടണം. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം തിന്മ ചെയ്യുന്ന ഒരു പൂജാരി അകച്ചിരി പണിയൊക്കെ അറിയാം, എന്നാൽ പൈസയാണ് മുഖ്യം. അതിനുവേണ്ടി എന്ത് ഫ്രോഡ് വിലയൊടി കാണിക്കും, പൂജകൾ ചെയ്യും, നാട്ടുകാരെ പറ്റിക്കും, ലക്ഷങ്ങൾ വാങ്ങിച്ചെടുക്കും. ഇത് ഇയാൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്ന ഒരാൾ, അയാളെ ഈ പറയപ്പെടുന്ന പൂജാരിക്ക് കർമ്മങ്ങളിലൂടെ ഉപദ്രവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് പണി അറിയാവുന്നുണ്ടെങ്കിൽ സാധിക്കും. ഇവിടെ ഈ നന്മയ്ക്കൊന്നും ഒരു സത്യം, നീതി, ധർമ്മം, അതിൽ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപാസിക്കുന്ന ദേവത ഉണ്ടാവുമല്ലോ. ആ ദേവത വെച്ചിട്ടാണ് അവൻ കർമ്മം ചെയ്യണേ. അപ്പൊ ആ കർമ്മം ചെയ്യുന്നതിന്റെ റിസൾട്ട് അവന് ആ ദേവതയ്ക്ക് അവനെ കൊടുത്തേ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ? സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ഇല്ല. അതായത് ഇല്ലെന്നല്ല ഞാൻ പറയണേ. സത്യത്തിൽ ഈ പറയുന്ന കർമ്മിയുടെ ഒരു ആംബിയർ അനുസരിച്ചിട്ട് അത് കർമ്മിക്ക് കഴിവുണ്ടെങ്കിൽ അത് സത്യത്തിനെ ഈ പറയുന്ന പോലെ അവന്റെ ദേവതയൊക്കെ പറഞ്ഞ് ഈ പറയുന്ന പോലെ അവനെതിരെ കർമ്മം ചെയ്യാൻ സാധിക്കും. അതായത് പറയാൻ കാര്യം, ഞാൻ തന്നെ പല ആളുകളെയൊക്കെ നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ട് ഫ്രോഡാണെന്ന് കാണുമ്പോൾ ഞാൻ തന്നെ വിളിച്ചത് ഡീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഈ അബാക്കി കാണുന്ന ഈ മുഖമൊക്കെ മാറ്റി വെച്ചിട്ട് പഴയ നമ്മളുണ്ടല്ലോ, പഴയ നമ്മുടെ മുഖംമൂടി എടുത്ത് അണിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കും. അപ്പൊ എന്നോട് എൻ്റെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗുരുനാഥൻ വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരാൾ, അത്യാവശ്യം സ്പിരിച്വലി ഹൈ ആയിട്ടുള്ള പരിശീലനം, ഇങ്ങനെ വിഷയങ്ങൾ കയറി ഡീൽ ചെയ്ത് നിൽക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ഡീൽ ചെയ്തേ പറ്റൂ. കാര്യം ഇത് എൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ്. വളരെ സ്വാത്വികരായിട്ടൊക്കെ വരും. വന്നു കഴിഞ്ഞ ഒരു 10 പേരൊക്കെ വന്ന് ഇച്ചിരി കൺസൾട്ടേഷനൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ കാണിക്കുന്ന മൊത്തം പിന്നെ നമ്മളെ ഇത് പഠിപ്പിക്കാൻ നിൽക്കുക. ഇങ്ങനെയൊന്നും ആയാൽ പറ്റൂല, പണം ഉണ്ടാക്കണം. ഓക്കെ, ബേസിക്കലി നമ്മൾ ഇതൊരു 60% ബിസിനസ്സും 40% ഇതിന്റെ അന്വേഷണമാണ്. ഞാനത് എല്ലായിടത്തും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് മാത്രം പോരല്ലോ. നിങ്ങളിപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ കാണാം ഒരുപാട് സ്റ്റാഫുകളുണ്ട്, നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ബിസിനസ് കൂടിയാണ്, അത് പറയുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഇവർ വന്നിട്ട് നമ്മളെ വലിയ ബിസിനസ് പഠിപ്പിക്കുക, ലക്ഷങ്ങളുടെ ഡീൽ നടത്തണം എന്ന് പറയുക, എന്നിട്ട് ഇവർ കാണിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള പരിപാടികൾ ആഴ്ന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത്തരത്തിൽ ജ്യോതിഷത്തിലൂടെ നമ്മൾ ജനങ്ങളെ വഞ്ചിക്കുന്ന ജ്യോതിഷന്മാർ നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് രൗരവം എന്ന് പറയുന്ന നരകത്തിൽ പോകുന്നതാണ് പറയാം.
ഇത്തരത്തിൽ ജ്യോതിഷ കർമ്മങ്ങളിലൂടെ നമ്മളൊരാളെ വഞ്ചിക്കുകയാണ്, ജ്യോത്സ്യന്മാരെ ആളുകളെ വഞ്ചിക്കുകയാണ്. ആ ജ്യോതിഷന് പറഞ്ഞിട്ടുള്ള രൗരവം എന്ന് പറയുന്ന നരകമാണ്. ആ നരകത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ജന്മം അവൻ അന്ധനായിരിക്കും. അവനൊന്നും കാണാൻ പറ്റില്ല, അന്ധനായിരിക്കും. പിന്നെ അവൻ ചെയ്യണ കർമ്മത്തിന്റെ ഫലം അവന്റെ തലമുറ അനുഭവിക്കും. ഇപ്പം ചേട്ടനെതിരെ ഇപ്പം ചെയ്തെന്നിരിക്കും, ചേട്ടന്റെ സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ ചേട്ടനെ കൃത്യമായിട്ട് മാറ്റാൻ അറിയാവുന്ന ഒരാളുടെ മുന്നിലെത്തിക്കും, കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ മുന്നിലെത്തിക്കും. പറഞ്ഞ് മനസ്സിലായോ? അത് ക്ലിയർ ചെയ്യുകയും ചെയ്യും. പക്ഷേ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഇവന് തിരിച്ചടി കേൾക്കും, വെച്ചവനിട്ട് തിരിച്ചടി കേൾക്കും. ഇത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവില്ല എന്താ ഉറപ്പായിട്ടും. പിന്നെ ഇതിന്റെ ബാക്കി പത്രമായിട്ടുള്ളത് അവന്റെ കുടുംബം അനുഭവിക്കും. ഇതുപോലെ അയാൾ എത്ര പേർക്കെതിരെ ചെയ്തിട്ടുണ്ടാവും? ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇതിൻ്റെ എല്ലാം എത്ര പൂജാതി കർമ്മങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാലും എത്ര ക്ഷേത്രകർമ്മങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാലും ശരി, ഈ തിന്മ ചെയ്യുന്നതിനെല്ലാം എന്തായാലും അനുഭവിക്കേണ്ടി വരും. അതിന് യാതൊരു സംശയമില്ല. കർമ്മഫലം എന്ന് പറയുന്ന സാധനമുണ്ട്. റിയാക്ഷൻ ഉണ്ടാവും, അതെന്തായാലും ഉണ്ടാവും. അപ്പം ഞാനെന്തെങ്കിലും കൂടുതൽ അങ്ങനെയാണ് ചെയ്യുക. എനിക്കെതിരെ പറയുന്ന ആൾക്കാർ, ചെയ്യുന്ന ആൾക്കാരൊന്നും ഞാൻ കൂടുതൽ പ്രതികരിക്കാറില്ല. നമുക്ക് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടില്ല. കാരണം നമ്മൾ പ്രതികരിക്കാത്തതിൻ്റെ കാരണം നമ്മൾ പ്രതികരിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ളത് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ നമ്മൾ പലപ്പോഴും 2-3 പ്രാവശ്യം നിങ്ങൾ ഇത് കൊടുത്തിട്ട് വാ എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നം മാറ്റാൻ പറ്റാത്തതുകൊണ്ട്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം പൂജ ചെയ്തിട്ട് അങ്ങനെ 1-2 കേസുകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഗുരുവായൂരും ചോറ്റാനിക്കരയും കൊടുങ്ങല്ലൂരും ഒക്കെ വഴിപാട് കൊടുപ്പിച്ചിട്ട് അതിനുശേഷമാണ് നമുക്ക് അവരുടെ വന്നിട്ടുള്ള ബാധയെ പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണേ. അത് ബാധാമൂർത്തികൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഈശ്വരാധീനം വേണം. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ നമ്മൾ ഇന്ന് കാണുന്ന മൂർത്തികൾ മാത്രമല്ല ഉള്ളത്. അതായത് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുള്ള ദേവതകളായിരിക്കില്ല ഇങ്ങ് മധ്യഭാഗത്തുള്ളത്, ആ ഭാഗത്തുള്ളതായിരിക്കില്ല പിന്നെ പാലക്കാട് ഭാഗത്ത് പോകുമ്പോൾ, പാലക്കാട് ഭാഗത്തുള്ളതല്ല കണ്ണൂർ ഭാഗത്ത് പോകുമ്പോൾ. ആരാധന രീതികൾ ദേവതയിൽ തന്നെ വ്യത്യാസമുണ്ട്. പ്രാദേശികമായിട്ട് നിൽക്കുന്ന ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പേരിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ദേവത കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമ്മളതിനെ ആവാഹിച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ദേവതകളെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇത് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പം നമുക്ക് അതിനകത്തൊക്കെ ഉള്ള ചിലതും നമ്മൾ പലതും ഫെയിലിയർ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ അന്വേഷിച്ച് പോയിട്ട് കണ്ടുപിടിച്ചിട്ട് പിന്നീടാണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് മുമ്പ് ഒരുപാട് തവണ പലരുടെയും പൂജ ചെയ്തിട്ട് ലക്ഷങ്ങൾ ചിലവാക്കി, അവരുടെ ഒന്നുമില്ല, ഇനി ഇത് ഞാൻ ചിലവാക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ എൻ്റെ ഇടയ്ക്ക് വന്നൊരു ഫാമിലി ഉണ്ട്. അവരുടെ മകൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പം അവർക്കെതിരെ ശത്രു കൊടുത്തുള്ള ഒരു പണിയാണ്. ആ പണിയിൽ അതിനകത്ത് നിൽക്കുന്ന വട്ടത്തലച്ചി എന്ന് പറയുന്ന ഒരു മൂർത്തിയാണ്. ചേട്ടൻ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. വട്ടത്തലച്ചി എന്ന് പറയുന്ന ഒരു മൂർത്തിയാണ്. അത് ഈ പറയുന്ന പോലെ മാനസിക പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദേവതാ വരുന്നതാണോ? അത് തന്നെ. അപ്പൊ അതിനകത്ത് പറയുന്ന വട്ടത്തലച്ചി എന്ന് പറയുന്ന ദേവതാ സങ്കല്പമാണ്. മലബാരത്തിനകത്തൊക്കെ വരുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. അപ്പൊ അതാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ചെറിയ ഫീസ് അന്ന് അതിന്റെ ഒരു ഫീസ് എന്ന് പറയാൻ പറ്റില്ല, ദക്ഷിണ മാത്രമേ വാങ്ങിയുള്ളൂ. വാങ്ങിയിട്ട് അതിനെ ആവാഹിച്ച് മാറ്റി ആ കുട്ടി ഓക്കെ പറഞ്ഞ് മനസ്സിലായോ? അവിടെ വലിയ പൂജയുടെ ആവശ്യം വന്നില്ല. ഞാൻ എൻ്റെ മറ്റൊരു കർമ്മത്തിൽ തന്നെ വെച്ച് ഞാൻ അതിനെ ക്ലിയർ ചെയ്ത് കൊടുത്തു. അവർ സുഖമായിട്ട് ജീവിക്കണം, അവരുടെ ലൈഫ് റിവേഴ്സായി. പറഞ്ഞ് മനസ്സിലായി. അതിനകത്ത് നമ്മൾ വലിയ ഫീസ് ഈടാക്കിയിട്ടില്ല. അത് മുമ്പ് പൂജ ചെയ്തവരുടെ കുഴപ്പമല്ല, അവർക്കിത് അറിയില്ല. എല്ലാവർക്കും എല്ലാ ദേവതകളും അറിയണമെന്നില്ല. ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്തുള്ള ദേവതകളെല്ലാം ഈ തൃശ്ശൂർ കിടക്കുന്ന ആൾക്ക് അറിയണമെന്നില്ല. തൃശ്ശൂർ കിടക്കുന്ന ആൾക്ക് ഈ പറയുന്നത് പോലെ കണ്ണൂരുള്ള ഭാഗത്തെ ദേവതകളെല്ലാം അറിയണമെന്നില്ല. അപ്പോൾ പേരുകളിൽ കുറേയധികം വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ കുറേയധികം അർഗല സങ്കല്പങ്ങൾ, പ്രേത ആരാധനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നെഗറ്റീവ്സൊക്കെ കണ്ടുപിടിക്കാനും അതിനെ കൃത്യമായി ക്ലിയർ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ കുടുംബക്ഷേത്രങ്ങൾ, പരദേവതകൾ, വെച്ചാരാധിച്ചിരുന്ന മൂർത്തികൾ, ഇതൊക്കെ ഓരോ തലമുറ മാറ്റം ഉണ്ടാകുമ്പോൾ ചില മൂർത്തികളെ അവിടെ നിന്ന് മാറ്റും. ക്ഷേത്രത്തിന്റെ ഡെവലപ്മെന്റ് ഭാഗമായി ഇപ്പം ഒരു ക്ഷേത്രമാണ്, അവിടെ ഭദ്രകാളി സങ്കല്പത്തിൽ വാള് വെച്ച് ആരാധന, ഇപ്പുറത്ത് യോഗീശ്വരനും നാഗദേവതകളും ഒക്കെ അടങ്ങുന്ന ഒരു സോഫ്റ്റ് കൺസെപ്റ്റിലുള്ള ദേവതകൾ, ഇപ്പുറത്ത് കാവ് സങ്കല്പത്തിൽ പേയ്, അറുതല എന്നൊക്കെ പറയുന്ന മൂർത്തി സങ്കല്പങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും പേയ്ക്കും ഒക്കെ കള്ള്, നോൺ വെജ് വിഭവങ്ങളൊക്കെ നേരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികം ഇതെല്ലാം ഒരു ക്ഷേത്ര സങ്കേതത്തിൽ തന്നെ, ഒരു ശ്രീകോവിലല്ല, ഒരു ക്ഷേത്ര സങ്കേതത്തിൽ ഒരു തന്നെ പ്രതിഷ്ഠിക്കുന്നു. അപ്പം കാലഘട്ടം മാറിയപ്പോൾ തോന്നുകയാണ് ഈ പേയും അറുതലയൊന്നും ഇനി ഇവിടെ വേണ്ട. അപ്പോഴേ ഒരു ദൈവജ്ഞനെ വിളിക്കുന്നു, ഒരു ദേവപ്രശ്നമൊക്കെ നടത്തി തന്ത്രി നിർദ്ദേശിക്കുന്ന കുറേ കർമ്മങ്ങളിലൂടെ ഇവയെ ആവാഹിച്ച് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൊടുക്കും. പക്ഷെ അങ്ങനെ മാറ്റിയിട്ട് ഇത് പോകുന്നു. അത് കഴിവുള്ള ഒരു ആചാരനാണ് ചെയ്യുന്നതെങ്കിൽ
അത് ഒഴിയുക തന്നെ ചെയ്യും. ഓക്കെ. അത് കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള ഇരിക്കുന്ന ദേവതയെ ആവാഹിച്ച് മാറ്റാൻ തത്തുല്യനായിട്ടുള്ള കഴിവുള്ള ഒരു ആചാര്യനായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പെയ് എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. പെയ് എന്ന് പറഞ്ഞ സങ്കല്പം എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. ചായയും പെയ്യും എന്നാണ് പറയുക പൂർവ്വകാലത്ത് തന്നെ. ചായയും പെയ്യും എന്ന് പറയുന്ന മൂർത്തി ബാധയിൽ വന്നാൽ തന്നെ ഈ സർപ്പം ബാധയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ നമുക്ക് സ്കിൻ ഡിസീസ് ഉണ്ടാവാറുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? പലരും ഇത് ഈ സർപ്പദോഷമാണെന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ സർപ്പക്ഷേത്രങ്ങളിലും പിന്നെ ഈ ഹോമം നടത്തുന്നതിനും സർപ്പാവാഹനം നടത്തുന്നതിനും സർപ്പപൂജകൾക്കും വേണ്ടിയിട്ട് ചിലവാക്കും. ഇവരിങ്ങനെ നിരന്തരം കർമ്മങ്ങളുമായിട്ട് പോയിട്ട് ഇങ്ങനെ വഴിപാട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാളഹസ്തി വരെ പോയിട്ടുള്ള ഒരാൾ ഇത് തീർക്കാൻ വേണ്ടിയിട്ട്, ഈ സ്കിന്നിൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് കാളഹസ്തി വരെ പോയിട്ടുള്ള ആൾ കാണാത്ത ഡോക്ടർമാരൊന്നും ഇല്ല, സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണാത്ത ഡോക്ടർമാരൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് സർപ്പദോഷ ദുരിതമല്ല, ഇത് ചായയും പെയ്യും എന്ന് പറയുന്നത് ദേവതാ സങ്കല്പമാണ്. പണ്ട് കാലത്ത് വയലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മണ്ണിൽ പണിയെടുത്തിരുന്ന താഴ്ന്ന സമുദായം, അതായത് താഴ്ന്ന സമുദായം എന്ന് പറയുന്നത് പുതിയ കുറവ് സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ പന്തം കുത്തി പന്തത്തിൽ ആ ദേവരെ സങ്കല്പിച്ച് അതിന് കർമ്മം വയലരുവത്ത് കൊടുത്ത് ആ പറമ്പ് സംരക്ഷിക്കുന്നത്, അത് അവരുടെ നെൽപ്പാടം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ആരാധിച്ചു പോരുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. അപ്പോൾ അത് ബാധയിൽ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ സ്കിന്നിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. നമ്മളതിനെ ആവാഹിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നം മാറുകയും ചെയ്തു. ചായയും പെയ്യും എന്ന് പറയുന്ന സങ്കല്പം മാറുകയും ചെയ്തു. പിന്നെ ഈ അർഗല എന്ന് പറയുന്നത് ഈ ഒരു പ്രേത സാന്നിധ്യത്തിനോടൊപ്പം തന്നെ മറ്റ് ദേവതാ സാന്നിധ്യം കൂടെ കൂടിച്ചേരുന്നത്, അതായത് ദുർമരണപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രേതത്തോടൊപ്പം തന്നെ ഏതെങ്കിലും ദേവതാ സാന്നിധ്യത്തെ ചാവേറ്റുക എന്നാണ് പറയാം. ചാവേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു അർഗലയായി. അതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആഭിചാര കർമ്മങ്ങളിലേക്കൊക്കെ ചെയ്യാൻ പറ്റും. ക്ഷേത്ര സംഗീതത്തിൽ പ്രതിഷ്ഠിച്ചേക്കണ അത് അവിടെ സാന്നിധ്യമായിട്ട് ഇരുത്തിയേക്കണ, അവന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടായിരിക്കും അവിടെ ഇരുത്തിയേക്കണേ. പ്രൊട്ടക്ഷൻ മറ്റ് പുറമേ നിന്നുള്ള ഈ പറയുന്ന അർഗല പോലുള്ള മൂർത്തികളൊന്നും അങ്ങനെ വരില്ല. അപ്പൊ ആ കുടുംബക്കാരുടെ പൂർവ്വമായിട്ട് നിന്നിരുന്ന ഏതെങ്കിലും ഈ പറയുന്ന ചായയും പേയും അർഗല മുത്തപ്പൻ ഇത് പറയുന്ന സങ്കല്പങ്ങളൊക്കെ അവിടെ ഉണ്ടായതായിരിക്കും. മുത്തപ്പൻ ഇതല്ല കേട്ടോ. മുത്തപ്പൻ എന്ന് പറയുന്നത് യോഗീശ സങ്കല്പത്തിന് തത്തുല്യമായിട്ടുള്ളതാണ്. അതായത് ആ ദേവതയെ പ്രതിഷ്ഠിച്ച് കൊണ്ടുവന്ന കുടിയിരുത്തിയ ആളാണ് മുത്തപ്പൻ എന്ന് പറയുന്നത്. ഉപാസിച്ച് അതിനെ കൊണ്ടുവന്നിരുത്തി അതിനെ പ്രതിഷ്ഠിച്ച കാരണവര്. ഈ മുത്തപ്പനും അല്ലെങ്കിൽ നമ്മുടെ യോഗീശ്വരന്മാർക്ക് കൃത്യമായിട്ട് വിളക്ക് വെച്ചിട്ട് മാത്രമേ നമ്മൾ അടുത്ത ദേവതയ്ക്ക് പോലും വിളക്ക് വെക്കാൻ പാടുള്ളൂ എന്ന് പറയണേ. അതായത് പണ്ട് കാലത്ത് ഈ പറയുന്ന താഴ്ന്ന സമുദായങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ജ്യോതിഷന്മാരൊന്നും ഇല്ലായിരുന്നില്ല. അവരുടെ ശരീരത്തിൽ ഈ പറയണ അവരുടെ ഈ മുത്തപ്പന്മാരോ അല്ലെങ്കിൽ ദേവതകളോ തുള്ളിയിട്ടാണ് അല്ലെങ്കിൽ വെളിച്ചപ്പാട് പോലെ വന്നിട്ടാണ് അവർ പറയാ, എന്താണ് കൽപ്പനയായിട്ട് പറയാ, എന്താണ് ചെയ്യേണ്ടത്. ആ ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്തതോ അല്ലെങ്കിൽ പ്രതിഷ്ഠ ചെയ്തവരുടെ പൂർവികരെയോ യോഗീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ കാലത്താണ് ഈ പറയുന്ന പ്രതിഷ്ഠ ചെയ്യുന്ന തന്ത്രി എന്ന് പറയണത്. അന്നത്തെ കാലത്ത് പണ്ട് കുടിവെക്കുക എന്നാണ് പറയാ. അതായത് കർമ്മം അറിഞ്ഞിരുന്ന ഈ ഒട്ടുമിക്ക എല്ലാ തറവാടുകളിലും കുടുംബക്ഷേത്രങ്ങളുടെ സീവോലി നമുക്ക് കയറാൻ പറ്റില്ല, തന്ത്രിമാർക്ക് പൂജാരിമാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പം ഈ പറയുന്ന പണ്ടത്തെ കാലത്ത് നമ്മുടെ പൂർവികരാണ് ഇതിനെ ഒട്ടുമിക്ക എല്ലാ തറവാട് വീടുകളിലും മാന്ത്രിക അറിയാവുന്ന ആളുകൾ ഇതിനെ ഉപാസിച്ചിരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് അവർ കൊണ്ടുവന്ന് കുടിയിരുത്തി അവർ ആചരിച്ച് അന്നത്തെ കാലത്ത് ഈ പറയുന്നത് പോലെ കൃഷിയിടങ്ങളായാലും തൻ്റെ സ്വരക്ഷയ്ക്കായാലും തൻ്റെ കുടുംബത്തിൻ്റെ സ്വരക്ഷയ്ക്കായാലും ഇവർ ഉപയോഗിച്ചിരുന്ന ദേവതകളാണ്. ഇപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രമുണ്ട്, അമ്മയുടെ അവിടെ നിങ്ങളുടെ നാട്ടിലാണ്. അപ്പോൾ അവിടെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെയാണ് വിളക്ക് കത്തിച്ചിരുന്നത് ശ്രീകോവിലിനുള്ളിൽ ചെറുപ്പത്തിൽ. ഞാൻ എൻ്റെ സഹോദരങ്ങളൊക്കെ അല്ലെങ്കിൽ കസിൻസ് ഒക്കെ. ഇപ്പോൾ അതിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല, മാസപൂജയേ ഉള്ളൂ, ബ്രാഹ്മണരാണ് പൂജ ചെയ്യാറ്. അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് തൊഴുതാണോ. അപ്പൊ നമ്മള് ചെല്ലുമ്പം മെയിനായിട്ട് അവിടെ യോഗീശ്വരൻ ആദ്യം വിളക്ക് വെക്കുക എന്നുള്ളതാണ്. യോഗീശ്വരൻ ഭദ്രകാളി സങ്കല്പമാണ് ചാവടി. അവിടെ നിന്ന് നാന്ത എഴുന്നള്ളി യോഗീശ്വരനെ കാണാൻ പോകും. അവിടെ നിന്ന് പറഞ്ഞുള്ളിൽ തിരിച്ചു വരും. അത് ഇപ്പോഴത്തെ നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ചെയ്യുക. അവിടെ എനിക്ക് തോന്നുന്നു പരിപക്വത്തായ സമ്പ്രദായത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പം നമ്മൾ ഈ പറയണ പൂർവ്വമായിട്ട് നിന്നിരുന്ന ആളുകൾക്ക് ഈ പറയണ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും ഈ പറയുന്ന ജ്യോതിഷന്മാരുടെ സഹായം ഒന്നും ഉണ്ടായിരുന്നല്ല. ഇപ്പോൾ ചില ആളുകൾക്ക് അവരുടെ പരമ്പരയിൽപ്പെട്ട ദേവതകൾ ഏതാണെന്ന് അറിയാത്ത ആളുകളുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന ആവാഹന ഉച്ചാരണ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് നെഗറ്റീവ്സ് വരാൻ പാടില്ല എന്നുള്ളതും കൂടി ഒരു ഘടകം ഉണ്ടല്ലോ. അവിടെ നിൽക്കുന്നുണ്ട്. വന്ന നെഗറ്റീവ്സിനെ ക്ലിയർ ചെയ്തു, വീണ്ടും അവർക്ക് നെഗറ്റീവ്സ് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ കൊണ്ട് കൃത്യമായിട്ട് പിതൃബലി ഇട്ടിട്ടില്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ശ്രാദ്ധം മുടങ്ങാതെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറയും. അതേപോലെ തന്നെ അവരുടെ ധർമ്മദേവതയെ അറിയാവുന്നവരാണെങ്കിൽ പ്രശ്നം എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയും നിങ്ങളുടെ ധർമ്മദേവതയ്ക്ക് കൃത്യമായിട്ട് വഴിപാട് ചെയ്യണം എന്ന് തന്നെ നമ്മൾ കർക്കശമായിട്ട് തന്നെ പറയും. പിന്നെ നമ്മൾ അതല്ല അവർക്ക് അറിയില്ല എങ്കിൽ നമ്മുടെ ഈ പറയുന്ന പൂജാതി പരിഹാരങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ രാശി വെച്ച് നോക്കിയിട്ട് ആ ദേവത ഏതാണ് കണ്ടെത്തി കൊടുക്കും. എന്നിട്ടും അവരുടെ പ്രശ്നം തീർന്നില്ല എങ്കിൽ അവർ പൂർവികമായിട്ട് ഏതെങ്കിലും ദേവത ആചരിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. ഈ പറഞ്ഞതുപോലെ ധർമ്മദേവതയെ കൂടാതെ കൊണ്ട് ചിലപ്പം കാരണവന്മാർ ഏതെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പുറത്തുനിന്ന് മൂർത്തികളെ എടുക്കും.
പുറത്തുനിന്ന് മൂർത്തികളെ എടുക്കും. പുറത്തുനിന്ന് മൂർത്തികളെ എടുത്ത് വെച്ചിട്ട് പിന്നീട് അടുത്ത് വരുന്ന തലമുറ ഇതിന് കൊണ്ടു നടക്കാതെ വരും. പിന്നെ ഉപേക്ഷിച്ച് പോയി കഴിയുമ്പോൾ ഇവർക്ക് ദുരിതം വിട്ടൊഴിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇവർ ആ ദേവതയ്ക്ക് വിളക്ക് വെക്കാതെ കൊണ്ട് ഇവർ ദുരിതം അവസാനിക്കില്ല. ഈ പുറമേ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ദേവതയ്ക്ക് പിന്നീടുള്ള തലമുറ ദുരിതം ഒഴിയാതെ വരുമ്പം ആ പറയുന്ന ദേവതയ്ക്ക് വിളക്ക് വെക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവരുടെ ഈ പറയുന്ന ദുരിതം അവസാനിക്കുള്ളൂ. അങ്ങനെ ഒരു കുടുംബം നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അതിന് അവർക്ക് പൂർവ്വമായിട്ട് അവർ ആചരിച്ചിരുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. ഭദ്രകാളിയുടെ വെച്ചാചരിച്ചിരുന്ന ആൾക്കാരാണ് അവരോട് പറഞ്ഞ് നിങ്ങൾ ലാസ്റ്റ് ഒരു വിളക്ക് വെച്ചൊരു പീഠം വെക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അവരുടെ ദുരിതം തീർന്നു. പറഞ്ഞ് മനസ്സിലായോ? അപ്പം പല കാര്യങ്ങൾക്കും നമ്മൾ പ്രശ്നമെടുത്ത് ഈ പറയുന്ന വലിയ പൂജാതികർമ്മങ്ങൾ ചെയ്യേണ്ട വിഷയങ്ങളും വരാറില്ല. നമ്മൾ ഈ പറയുന്ന ശത്രുപാദവശ ദുരിതം മാത്രമാണ്. ഇനി അവനവൻ വിളിച്ചു വരുത്തുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് പ്രശ്നം എടുക്കുമ്പം ലഗ്നാധിപൻ തന്നെ പാദരാശി പോവാന്ന് പറയും. ലഗ്നാധിപൻ തന്നെ പാദരാശിയിൽ പോയി കഴിഞ്ഞാൽ അവനവനെ സൃഷ്ടിച്ച പ്രശ്നം എന്നാണ് പറയുക. അവൻ വരുത്തി വെച്ച പ്രശ്നമാണ്. വരുത്തിവെച്ച പ്രശ്നം എന്ന് പറയുമ്പോൾ ഒന്ന് ഈ പറയുന്ന പോലെ ധർമ്മദേവത പരദേവത പിതൃക്കളൊന്നും ഉണ്ടാവില്ല. അവൻ അനുഷ്ഠിക്കേണ്ട കർമ്മം അവൻ അനുഷ്ഠിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത് പിന്നെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് വന്നു നോക്കുമ്പോൾ ചിലപ്പോൾ അവൻ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ നേർച്ച പറഞ്ഞിട്ട് പല ആളുകളും ഇഷ്ടം പോലെ നേർച്ച പറയും, എന്ന് വെച്ചാൽ ഒന്നും കൊടുക്കൂല. അതാ ഗുരുവായൂർ ചെല്ലുമ്പോ ഇവിടെ വരാം, ചെല്ലുമ്പോ ഇന്ന കാര്യം നടക്കുമ്പോൾ ഇവിടെ ചെയ്തേക്കാം എന്ന് പറഞ്ഞു പോകും. അപ്പൊ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നമുക്കിടന്ന് വന്നൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലത്തിന് മുമ്പ് ഗുരുവായൂരപ്പന് ഒരു സ്വർണ്ണപ്പൊട്ട് നേർന്നൊരു കേസുണ്ട്. 10 കൊല്ലത്തിന് മുമ്പേ അവരുടെ ഈ പറയുന്നത് പോലെ ഹസ്ബൻഡിന് കൈക്ക് ഒരു വേദന വന്നു. എത്ര കാണിച്ചിട്ടും ഹോസ്പിറ്റലൊന്നും കാണിച്ചിട്ട് മാറില്ല. അവർ ഗുരുവായൂരപ്പനൊരു പൊട്ട് സ്വർണ്ണപ്പൊട്ട്. അപ്പോൾ അത് സ്വർണ്ണപ്പൊട്ട് വാങ്ങിച്ചു വീട്ടിൽ വെച്ചേക്കാണ്. 10 കൊല്ലമായി കൊടുത്തിട്ടില്ല. പറഞ്ഞ് മനസ്സിലായോ? അപ്പം പിന്നീട് ആ പൊട്ട് അവിടെ സമർപ്പിച്ച ശേഷമാണ് അവരുടെ ദുരിതം മാറുന്നത്. ഭഗവാന് ഇതൊക്കെ ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അവർ പോയിട്ടുമില്ല. ഇവര് പോയിട്ടുമില്ല, ഭഗവാൻ ഇത് കൊടുത്തിട്ടുമില്ല. ഈ യോഗീശ്വര സങ്കല്പം നമ്മൾ പറഞ്ഞു. എനിക്കൊന്ന് പലർക്കും യോഗീശ്വര സങ്കല്പത്തെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പലരും യോഗീശ്വര ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഒരു കോവിലുണ്ടാവും, അവിടെ പോയി തൊഴും. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോകൾ കാണുന്ന ഒരു സഹോദരൻ, എനിക്കറിയില്ല ആരാണ്, ഒരു ജ്യേഷ്ഠതുല്യനായ ഒരു മനുഷ്യൻ എന്നെ ഒരു വട്ടേ എന്നെ വിളിച്ചിട്ടുള്ളൂ. തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, രോഹിതിൻ്റെ പാരമ്പര്യത്തിൽ തലമുറകളിൽ മുന്നേ മുത്തച്ഛനോ മുതുമുത്തച്ഛനോ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്തു പോരുന്ന ഒരു യോഗീശ്വരന്റെ അനുഗ്രഹം ഇപ്പോഴും രോഹിതിനൊപ്പം ഉണ്ട്. മാത്രമല്ല അവിടെ വെറ്റില നിവേദിക്കുന്ന ഒരു മൂർത്തി കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ അവിടെ ഉണ്ടോ എന്നറിയാം. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലെ പലരോടും ചോദിച്ചു അവിടെ എങ്ങനെ ആരെങ്കിലും ഉണ്ട്. ഇപ്പൊ വെറ്റില നിവേദിക്കുക എൻ്റെ അറിവിൽ ഹനുമാൻ സ്വാമിക്കാണ് അല്ലേ? മറ്റാർക്കെങ്കിലും വെറ്റില നിവേദിക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മളെല്ലാ ദേവതയ്ക്കും ഈ പറയണ പോലെ ദക്ഷിണ വെക്കാറുണ്ട്. ദക്ഷിണ വെക്കുന്നത് കൂടാതെ തന്നെ വെറ്റില വെച്ച് നിവേദിക്കണം എന്ന് പറയുന്നത് ഭദ്രകാളിക്ക്, പിന്നെ അത് ചാത്തൻ ഇങ്ങനെയുള്ള മൂർത്തികൾക്ക് മുറുക്കാനായിട്ട് വെക്കാറുണ്ട്. അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ വെറ്റില നിവേദിക്കുന്ന മൂർത്തി സങ്കല്പം വെറ്റില കൊടിയെ തന്നെ കുടിയിരുത്തുന്ന ദേവതാ സങ്കല്പവും ഉണ്ട്. അത് എന്റെ പേര് ഞാൻ ഇപ്പൊ കറക്റ്റായിട്ട് കണക്ട് ആവുന്നില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുറെ പേരോടും തിരക്കിയപ്പോഴും ഇല്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞുനാളിൽ ഈ പറയുന്ന പോലെ അവിടെ നാഗരപൂജ വേറെ, പേയ്ക്ക് വേറെ, അവിടെയൊക്കെ വിളക്കത്തിച്ച് തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഒരു നല്ല പ്രായം വരെയൊക്കെ ഉണ്ട്. പിന്നീട് ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം പണിതപ്പോഴാണ് പല ദേവതകളെയും അവിടെ ആവാഹിച്ചു മാറ്റി ഇതിനെല്ലാം ചാവടിയും കുരിയാലയുമായി മാറ്റി രണ്ടിടത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടും. അവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ പലർക്കും ഈ യോഗീശ്വര സങ്കല്പം അറിയില്ല. അതൊന്ന് കൃത്യമായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? യോഗീശ്വര സങ്കല്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർവ്വമായിട്ട് ഈ ദേവതയെ ഉപാസിച്ചിരുന്ന അല്ലെങ്കിൽ ദേവത ഉപാസിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയ ഒരു സ്ഥാനമാണ് കാരണവരാണ്. അപ്പൊ ഈ കാരണവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദേവത പൂർണ്ണമായിട്ടും വഴങ്ങുള്ളൂ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന കൃത്യമായിട്ട് ആ ദേവത കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ വിളക്ക് തെളിക്കുന്ന യോഗീശ്വരനാണ്. യോഗീശ്വരനെ പ്രാർത്ഥിച്ച് എന്നിട്ട് വേണം എൻ്റെ ദേവിയെ കൊണ്ട് എന്നെ ഇന്ന കാര്യം നടത്തി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവതയ്ക്ക് ആ കാര്യം നടത്താനുള്ള ബലം ഉണ്ടെങ്കിൽ ആ കാര്യം നടന്നിരിക്കും. ഗുരുത്വം ഒരു മീഡിയേറ്റർ ആണ്. നമുക്കും നമ്മുടെ ദേവതയ്ക്കും ഇടയിൽ വരുന്ന നമ്മൾ തന്നെയാണ് ഇപ്പൊ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം ആ ദേവതേനെ നമ്മൾ ഈ പറയുന്ന മുത്തപ്പനായാലും പറയുന്ന യോഗീശ്വരനായാലും നമ്മളാണ് ഇപ്പൊ കർമ്മം കൊടുക്കണമെന്ന് വിചാരിക്കുക. കർമ്മത്തിൽ എന്ത് പിഴവുണ്ടെങ്കിലും എന്റെ കർമ്മം കയ്യേറ്റ് വിജയിപ്പിച്ചു തരണമെന്ന് യോഗീശ്വരനോട് പറഞ്ഞാൽ ആ കർമ്മത്തിൽ എന്ത് പിഴവുണ്ടെങ്കിലും, അതായത് നമ്മൾ അറിഞ്ഞാതെ ചെയ്യുന്ന പിഴവുകൾ, നമുക്കിപ്പോൾ എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടി വരുന്ന, അപ്പോൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന പിഴവുകൾ പോലും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് യോഗീശ്വരൻ ക്ലിയർ ചെയ്ത് തരും.